അപ്പോൾ സിംബോളിക് ഇൻ്ററാക്ഷനിസം ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ആ സിംബോളിക് ഇൻ്ററാക്ഷനിസം കോൺട്രിബ്യൂട്ട് ചെയ്തത് ജോർജ് ഹെർബർട്ട് മെഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ജോർജ് ഹെർബർട്ട് മെഡിനെ കുറിച്ചും അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നൊരു പ്രധാന തിയറി ഉണ്ട്, അതായത് സെൽഫ് എന്ന് പറയും. ആ തിയറിയെ കുറിച്ചാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 62 വരുന്ന കാര്യങ്ങളാട്ടോ. പേജ് 62, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ജോർജ് ഹെർബർട്ട് മെഡ്. അപ്പോൾ ജോർജ് ഹെർബർട്ട് മെഡിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മളിവിടെ പ്രസ്താവിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. അക്കോർഡിംഗ് ടു ജോർജ് ഹെർബർട്ട് മെഡ്, socialization depend upon the child understanding of others' views as important in his life. Med 1972 stress upon two stages in the development of the self, the stages of play. According to George Herbert Mead, ജോർജ് ഹെർബർട്ട് മെഡിന്റെ അഭിപ്രായത്തിൽ സാമൂഹ്യവൽക്കരണം അഥവാ സോഷ്യലൈസേഷൻ കുട്ടി തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ എത്രമാത്രം പ്രധാനമാണെന്ന് മനസ്സിലാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ജോർജ് ഹെർബർട്ട് മെഡ് ഈ സെൽഫിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ സെൽഫ് എന്ന തിയറിയെ കുറിച്ചും പ്ലേ എന്ന തിയറിയെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ജോർജ് ഹെർബർട്ട് മെഡ്, സോഷ്യലൈസേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ child understanding of others views as important in his life. അതായത് ജോർജ് ഹെർബർട്ട് മെഡിന്റെ അഭിപ്രായത്തിൽ സോഷ്യലൈസേഷൻ സാമൂഹ്യവൽക്കരണം ഒരു കുട്ടി തൻ്റെ ജീവിതത്തിൻ്റെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ എത്രമാത്രം പ്രധാനമാണെന്ന് മനസ്സിലാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. The child understanding of others' views are important in his life. ഒരു കുട്ടി തൻ്റെ ജീവിതത്തിലെ സാമൂഹ്യവൽക്കരണം എത്രമാത്രം പ്രധാനമാണെന്ന് മനസ്സിലാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ആര് പ്രസ്താവിക്കുന്നത്? ജോർജ് ഹെർബർട്ട് മെഡ് പ്രസ്താവിക്കുന്നത്. According to George Herbert Mead, socialization depends upon the child understanding of others' views as important in his life. ജോർജ് ഹെർബർട്ട് മെഡിന്റെ അഭിപ്രായത്തിലെ സാമൂഹ്യവൽക്കരണം കുട്ടി തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ എത്രമാത്രം പ്രധാനമാണെന്ന് മനസ്സിലാക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് സെൽഫ് എന്നും പ്ലേ എന്നും ഗെയിം എന്നും ഇങ്ങനെ സെൽഫിനെ അദ്ദേഹം 2 ഘട്ടങ്ങളാക്കി തിരിച്ചു. 1972 മെഡ് 1972 സ്ട്രെസ് അപ്പോൺ 2 സ്റ്റേജസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്. സെൽഫിനെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് തിരിച്ചത്? പ്ലേ എന്നും അതേപോലെ തന്നെ ഗെയിം. സെൽഫിനെ അദ്ദേഹം പ്ലേ എന്നും ഗെയിം എന്നും 2 രീതിയിൽ തരംതിരിച്ചു. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു സെൽഫ് സ്വയം എങ്ങനെയാണ് വികസിക്കുന്നത്, ഒരു കുട്ടിയുടെ വളർച്ചാ ഘട്ടത്തെക്കുറിച്ചും ആ കുട്ടി സ്വയം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ്, സാമൂഹ്യവൽക്കരണത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ജോർജ് ഹെർബർട്ട് മെഡിന്റെ അഭിപ്രായത്തിൽ സാമൂഹ്യവൽക്കരണം എന്നത് കുട്ടി തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ എത്രമാത്രം പ്രധാനമാണ് എന്നാണ് അദ്ദേഹം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ സെൽഫ് എന്നതിനെ അദ്ദേഹം 2 ആക്കി തിരിച്ചു. എന്തൊക്കെയായിട്ടാ? പ്ലേ എന്നും ഗെയിം എന്നും. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുന്നുണ്ട്. മെഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്, സ്വയം വികസനത്തിന്റെ ഉദാഹരണം. അപ്പൊ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം എങ്ങനെയാണ് ഒരു കുട്ടി വികസിക്കുന്നത് എന്നതിനെ പറ്റിയൊരു അദ്ദേഹം ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മെഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്. അതിൽ പറയുന്നത് എന്താണ്? ചിൽഡ്രൻസ് പ്ലേ ഗ്രാജുവലി ഡെവലപ്പ് ഫ്രം സിമ്പിൾ ഇമിറ്റേഷൻ ടു ഡിഫിക്കൽട്ട് ഗെയിം where a child of 4 or 5 years old will enact the role of an adult. കുട്ടികളുടെ കളി ലളിതമായ അനുകരണത്തിൽ നിന്ന് ക്രമേണ സങ്കീർണമായ കളികളിലേക്കാണ് വളരുന്നത്. ചിൽഡ്രൻ പ്ലേ
ഗ്രാജുവലി ഡെവലപ്പ് ഫ്രം സിമ്പിൾ ഇമിറ്റേഷൻ ടു ഡിഫിക്കൽട്ട് ഗെയിം. കുട്ടികളുടെ പ്ലേ എന്ന് പറയുന്നത് ഒരു സിമ്പിളിൽ നിന്നും ലളിതമായതിൽ നിന്നും ഒരു സങ്കീർണമായതിലേക്കാണ് അവരുടെ കളികൾ വളരുന്നത്. അതുകൊണ്ട് ചൈൽഡ് ഓഫ് 4 or 5 years old will enact the role of an adult. 4 അല്ലെങ്കിൽ 5 വയസ്സുള്ള ഒരു കുട്ടി തൻ്റെ മുതിർന്നവരുടെ വേഷം അവതരിപ്പിക്കുന്നതായി കാണാം. നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ കുട്ടികളിൽ സ്വയം വളരുക എങ്ങനെയാ? അവർ സ്വയം വളരുന്നുണ്ട്. അവര് മറ്റുള്ളവരുടെ വേഷങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കും. അപ്പോ കുട്ടികളുടെ കളി ലളിതമായ അനുകരണത്തിൽ നിന്ന് പിന്നെ ക്രമേണ എന്തിലേക്ക് മാറുന്ന പറയുന്നത്? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗെയിമിലേക്ക് മാറാറുണ്ട്. 4 or 5 വയസ്സുള്ള ഒരു കുട്ടി എന്തുപോലെ അനുകരിക്കാറുണ്ട് എന്നാ പറയുന്നത്? ഒരു മുതിർന്നവന്റെ വേഷം അവതരിപ്പിക്കുന്നതായിട്ട് കാണാം. ഇനി അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ചിൽഡ്രൻ ആർ ഓഫ്റ്റൻ ഫൗണ്ട് ഇമിറ്റേറ്റിംഗ് ദ ക്ലാസ് റൂം സിറ്റുവേഷൻ where one become the teacher, the others become student and they enact a classroom teaching section. അതായത് ക്ലാസ് മുറിയിലെ സാഹചര്യം കുട്ടികൾ പലപ്പോഴും അനുകരിക്കുന്നു. ഒരാൾ അധ്യാപകനായി മാറുകയും മറ്റുള്ളവർ വിദ്യാർത്ഥികളായി മാറുകയും അങ്ങനെ ക്ലാസ് മുറിയിലെ അധ്യാപക സെക്ഷൻ അഭിനയിച്ചു കാണിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ കുട്ടികൾ മുതിർന്നവരെ പോലെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വയം മുതിർന്നവരായി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ ടീച്ചറായിട്ടും സ്റ്റുഡൻ്റ് ആയിട്ടും കുട്ടികൾ ക്ലാസ് റൂം സിറ്റുവേഷൻ അനുകരിക്കാറുണ്ട്. അതാണ് ഈ ജോർജ് ഹെർബർട്ട് മെഡിന്റെ സെൽഫ് എന്നതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വയം. ഇപ്പൊ ചിൽഡ്രൻ ആർ ഓഫ്റ്റൻ ഫൗണ്ട് ഇമിറ്റേറ്റിംഗ് ക്ലാസ് റൂം സിറ്റുവേഷൻ, അതായത് കുട്ടികൾ ക്ലാസ് മുറിയിലെ സാഹചര്യം പലപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുന്നു, അനുകരിക്കുന്നു. Where one become the teacher, the other become student and they enact the classroom teaching section. ഒരാൾ അധ്യാപകനായി മാറുകയും മറ്റുള്ളവർ വിദ്യാർത്ഥിയായി മാറുകയും അങ്ങനെ ക്ലാസ് മുറിയിലെ അധ്യാപന വിദ്യാർത്ഥിയായിട്ടുള്ള ആ രീതി അവർ അഭിനയിച്ചു കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭൂരിഭാഗം കുട്ടികളും ഈ കളികളെ പ്രാദേശികമായിട്ട് എന്തായിട്ടാണ് പറയുക? ടീച്ചർ എന്ന് പറയും. മോസ്റ്റ് ചിൽഡ്രൻ ലോക്കലി റെഫർ ടു ദീസ് പ്ലേ ഓഫ് ടീച്ചറും കുട്ടികളും എന്ന കളി. അപ്പൊ കുട്ടികൾ മുതിർന്നവരെ പോലെ അനുകരിക്കുന്ന രീതിയെ കുറിച്ചാണ് ആരിവിടെ പ്രസ്താവിക്കുന്നത്? ജോർജ് ഹെർബർട്ട് മെഡ്. ഒരു കുട്ടിയുടെ ഉത്ബോധ മനസ്സിലും ഒരു വലിയ ആളുണ്ട് എന്നാ പറയണത് ഇവിടെ. അതാണ് സെൽഫ്, സ്വയം. ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ ഉള്ളിലും ഒരു വലിയ മനസ്സുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം ചെറിയ കുട്ടികളെ അച്ഛൻ്റെ പോലെയൊക്കെ പെരുമാറി അച്ഛൻ വരുന്നത് കാണിക്കും, അച്ഛൻ എങ്ങനെയാണ് നടക്കുക ചോദിച്ചാൽ അവരത് കാണിക്കും. അങ്ങനെ കുട്ടികളിലെ വളർച്ചാഘട്ടത്തിൽ അവരിൽ ആരുടെ സ്വഭാവം ഉണ്ട് എന്നാണ് പറയുന്നത് ഹെർബർട്ട് മെഡ്? മുതിർന്നവരുടെ ക്യാരക്ടർ. മുതിർന്നവരെ അവർ ഇമിറ്റേഷൻ ചെയ്യാൻ മുതിർന്നവരെ അവർ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഈ ടീച്ചർ എന്ന ഈ ഒരു എക്സാമ്പിളിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഹെർബർട്ട് മെഡിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് തിയറിയാണ് സെൽഫ് തിയറി. അതിൽ അദ്ദേഹം പറയാണ് കുട്ടികളിൽ എപ്പോഴും സ്വയം എന്നൊരു ചിന്ത ഉണ്ടായിരിക്കാം. ആ ചിന്ത അവരുടെ പല പ്രവർത്തികളിലൂടെയും ഇമിറ്റേഷനിലൂടെയാണ് കാണിക്കുക. അങ്ങനെ ടീച്ചറായിട്ടും കുട്ടിയായിട്ടും ഒക്കെ അഭിനയിക്കുന്നതിലൂടെ അവരുടെ ആ ഒരു മുതിർന്നവരുടെ ടെൻഡൻസി പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ പ്രസ്താവിക്കുന്നത്. അതേപോലെ മറ്റൊരു കളി ഇവിടെ പറയുന്നുണ്ട്. Another similar act of play is that of doctor patient. ഡോക്ടറും പേഷ്യൻ്റും ആയിട്ട് കുട്ടികൾ കളിക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? കുട്ടികൾക്ക് ഈ ഡോക്ടറും പേഷ്യൻ്റ് ആയിട്ടൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടോയ്സ് തന്നെ ഇറങ്ങുന്നുണ്ട് അല്ലേ? സ്റ്റെതസ്കോപ്പും ഇഞ്ചക്ഷനും അതേപോലെ തന്നെ മെഡിസിനൊക്കെ വെക്കാനുള്ള ബോക്സസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇൻസ്ട്രുമെൻസുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്ലേ ബോക്സ് തന്നെ ഇപ്പോൾ ഇറങ്ങാറുണ്ട് അല്ലേ വിപണിയിൽ. അപ്പോൾ കുട്ടികൾ അതൊക്കെ കാണിക്കുന്നത് എന്തിനു തുല്യമാണ്? അവരുടെ മനസ്സിൽ
മുതിർന്നവർ എന്നൊരു ചിന്ത അവരിലേക്കുണ്ട് എന്നാണ് ആരിവിടെ പ്രസ്താവിക്കുന്നത്? ജോർജ് ഹെർബർട്ട് മെഡ് പ്രസ്താവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു സെൽഫ് എന്ന തിയറിയിലൂടെ കുട്ടികളിലെ ഇമിറ്റേഷൻ എന്ന് പറയുന്നത്, അനുകരണം എന്ന് പറയുന്നത് മുതിർന്നവരിലേക്കുള്ള ഒരു വളർച്ചാ ഘട്ടത്തെയാണ് അദ്ദേഹം ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഡോക്ടറും പേഷ്യൻ്റ് ആയിട്ട് അഭിനയിക്കാറുണ്ട്. അപ്പൊ ഇത്തരം വേഷങ്ങൾ അനുകരിക്കുകയും രോഗികളെ ചികിത്സിക്കുന്ന പോലെയൊക്കെ അവർ അഭിനയിച്ചു കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കൂ, അനദർ സിമിലർ ആക്ട് ഓഫ് പ്ലേ ഈസ് ദാറ്റ് ഡോക്ടർ പേഷ്യന്റ് വേർ ചിൽഡ്രൻ ഇമിറ്റേറ്റ് ദ റോൾ ഓഫ് എ ഡോക്ടർ, nurse and patient and try enact the situation where a patient goes to the doctor for treatment. ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ പരിശോധിക്കുന്ന രീതിയിലൊക്കെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഡോക്ടറും പേഷ്യൻ്റായി കളിക്കുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഒരു സെൽഫ് എന്ന ചിന്താഗതി ഉണ്ട്. ആ സെൽഫാണ് അവരെ രണ്ടാക്കി തിരിക്കുന്നത്, ഗെയിമായിട്ടും പ്ലേ ആയിട്ടും തരംതിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു സെൽഫ് എന്ന തിയറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഹെർബർട്ട് ബ്ലൂമറിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് കോൺട്രിബ്യൂഷൻ ഓഫ് ഹെർബർട്ട് ബ്ലൂമർ. ബ്ലൂമറിന്റെ കോൺട്രിബ്യൂഷൻ. ബ്ലൂമറിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ആരാണ് ബ്ലൂമർ? നമുക്കറിയാം, ജോർജ് ഹെർബർട്ട് മെഡിന്റെ സ്റ്റുഡന്റ് ആണ് ബ്ലൂമർ, അല്ലേ? അപ്പോ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനിലൂടെ അനലൈസ് ചെയ്ത് തരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അത്? പേജ് നമ്പർ 63 ആണ് കേട്ടോ. പേജ് 63 വരുന്ന ബ്ലൂമറിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ ഷോർട്ടായി എഴുതിയിട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് ബ്ലൂമറിന്റെ കോൺട്രിബ്യൂഷൻ നോക്കൂ. ഹെർബർട്ട് ബ്ലൂമർ 1959 was a key contributor a symbolic interactionism. അതായത് സിംബോളിക് ഇന്ററാക്ഷനിസത്തിന്റെ കോൺട്രിബ്യൂഷൻ ആരിലൂടെയാണ്? ഹെർബർട്ട് ബ്ലൂമർ ആണ്, 1959. അപ്പോ സിംബോളിക് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രതീകാത്മക ഇടപെടൽ എന്നൊക്കെയാണ് സിംബോളിക് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അപ്പോ ഹെർബർട്ട് ബ്ലൂമർ വാസ് എ കീ കോൺട്രിബ്യൂട്ടർ ടു സിംബോളിക് ഇന്ററാക്ഷനിസം. സിംബോളിക് ഇന്ററാക്ഷനിസത്തിന്റെ കോൺട്രിബ്യൂട്ടർ ആയിട്ടാണ് ഹെർബർട്ട് ബ്ലൂമറെ പരിഗണിക്കുന്നത്. എന്ന് 1959 1969 സിംബോളിക് ഇന്ററാക്ഷനിസത്തിന്റെ കോൺട്രിബ്യൂട്ടർ ആയിട്ടാണ് ആരെ പരിഗണിക്കുന്നത്? ഹെർബർട്ട് ബ്ലൂമർ. He explained that human social life is based on meanings that people attach to object, action and interaction. അദ്ദേഹം എന്താണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? He explained that, ബ്ലൂമർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഹ്യൂമൻ സോഷ്യൽ ലൈഫ്, മനുഷ്യ സാമൂഹിക ജീവിതം, അവരുടെ എന്തൊക്കെ കാര്യങ്ങളാണ്? മനുഷ്യ സാമൂഹിക ജീവിതം അവരുടെ വസ്തുതകൾക്കും ഫാക്റ്റുകൾക്കും അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്, പ്രവർത്തനങ്ങൾക്കും ഇടപെടലുകൾക്കും നൽകുന്ന അർത്ഥങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഏത് വിശദീകരിച്ചത്? സിംബോളിക് ഇന്ററാക്ഷനിസം. 1969 ഹെർബർട്ട് ബ്ലൂമർ സിംബോളിക് ഇന്ററാക്ഷനിസം ഡെവലപ്പ് ചെയ്തു. ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഹ്യൂമൻ സോഷ്യൽ ലൈഫ് ഈസ് ബേസ്ഡ് ഓൺ മീനിങ് ദാറ്റ് പീപ്പിൾ അറ്റാച്ച് ടു ഒബ്ജക്റ്റ്, ആക്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ. മനുഷ്യരുടെ സാമൂഹിക ജീവിതം അവരുടെ വസ്തുതകൾക്കും പ്രവർത്തനങ്ങൾക്കും ഇടപെടലുകൾക്കും നൽകുന്ന അർത്ഥങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത്. ഇപ്പൊ മനുഷ്യന്റെ സാമൂഹിക ജീവിതം എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ്? അവരുടെ ഓരോ വസ്തുതകൾക്കും അതേപോലെ തന്നെ ഇന്ററാക്ഷൻ ഇടപെടലുകൾക്കും
അതേപോലെ തന്നെ ആക്ഷൻ പ്രവർത്തനങ്ങൾക്കും നൽകുന്ന മീനിങ്സ് അവയുടെ അർത്ഥങ്ങൾക്കും നൽകുന്ന അർത്ഥങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഏത് വിശദീകരിച്ചത് സിംബോളിക് ഇന്ററാക്ഷൻ എന്ന തിയറി ബ്ലൂമർ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് ദെൻ അക്കോർഡിംഗ് ടു ബ്ലൂമർ individuals do not react directly to things. Instead, they act based on the meanings those things have for them. ബ്ലൂമറിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? ആളുകൾ വസ്തുക്കളോട് തിരിച്ചു ഫസ്റ്റ് ഒന്ന്
ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യും, ഭാഷയിൽ
അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഡ്രാമറ്ററി ഡ്രാമറ്റർജി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ജി സൈലന്റ് ആയി പ്രൊണൗൺസ് ചെയ്യാണ് നല്ലത്. ഡ്രാമറ്ററി എന്ന് പറഞ്ഞാൽ മതി, നാടകീയത എന്നൊക്കെ പറയും. അപ്പോൾ ഈ യൂണിറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എർവിങ് ഗോഫ്മാന്റെ ഡ്രാമറ്ററി. അവിടെ ജി സൈലന്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യണം കേട്ടോ. ഡ്രാമറ്ററി എന്താണ് ഡ്രാമറ്ററി എന്ന് നമുക്ക് നോക്കാം. നാടകീയ സമീപനം എന്ന് പറയും കേട്ടോ. Dramaturgy is a key concept in symbolic interactionism popularized by Erving Goffman. സിംബോളിക് ഇന്ററാക്ഷനിസത്തിലെ ഒരു പ്രധാന ആശയമാണ് ഡ്രാമറ്ററി. ആരാണ് അത് ഡെവലപ്പ് ചെയ്തത്? പോപ്പുലറൈസ്ഡ് ബൈ എർവിങ് ഗോഫ്മാൻ ആണ് സിംബോളിക് ഇന്ററാക്ഷനിസത്തിലെ ഒരു പ്രധാന ആശയമായിട്ടുള്ള ഡ്രാമറ്ററി പോപ്പുലറൈസ് ചെയ്തത്, ജനപ്രിയമാക്കിയത്. It views everyday social life as a theoretical performance where individuals are like actors on a stage. അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്? ദൈനംദിന സാമൂഹിക ജീവിതത്തെ ഒരു നാടകവേദിയായി കണക്കാക്കുന്ന സമീപനമാണിത്. It views everyday social life as a theatrical performance where individuals are like actors on a stage. ദൈനംദിന ജീവിതത്തിലെ മനുഷ്യന്റെ ജീവിതം, സാമൂഹിക ജീവിതത്തെ എന്തായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്? ആക്ടേഴ്സ് ഓൺ എ സ്റ്റേജ്. ആക്ടേഴ്സ് ഓൺ എ സ്റ്റേജ് എന്ന ഒരു നാടകവേദിയായി കാണുന്നു. ലൈഫ് ഈസ് എ സ്റ്റേജ്. ജീവിതം ഒരു ലൈഫ് ഈസ് എ ഡ്രാമ. ജീവിതം ഒരു നാടകമാണ്. ഷേക്സ്പിയർ പറയുന്നുണ്ട്, അത് ഷേക്സ്പിയറിന്റെ ഡ്രാമയിൽ പറയുന്നുണ്ട്, ജീവിതം ഒരു നാടകമാണ്, അത് അരങ്ങ് കഴിയുമ്പോൾ നമ്മളുടെ തിരശീല വീഴുന്നു എന്ന്. അതുപോലെ ഡ്രാമറ്ററി എന്ന ഈ ഒരു സിദ്ധാന്തത്തിലെ എർവിങ് ഗോഫ്മാൻ ആണ്, അതായത് സിംബോളിക് ഇന്ററാക്ഷനിസത്തിലൂടെയാണ് എർവിങ് ഗോഫ്മാൻ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്, പോപ്പുലറൈസ് ചെയ്തത്. മാത്രമല്ല നമ്മുടെ ദൈനംദിന സാമൂഹിക ജീവിതത്തെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഒരു നാടകവേദിയായി കണക്കാക്കുന്നു. ആക്ടേഴ്സ് ഓൺ എ സ്റ്റേജ്, ഒരു സാമൂഹിക ജീവിതത്തെ ഒരു നാടകവേദിയായി കണക്കാക്കുന്ന സമീപനമാണിത്. In social interaction, people consciously present themselves in certain ways to create desired impression on others. This process is known as impression management. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ പറയുന്നത്? അപ്പൊ ഞാൻ ടീച്ചർ പറഞ്ഞു, സാമൂഹിക ജീവിതത്തെ ഒരു നാടകവേദിയായി കണക്കാക്കുന്നു. ഇവിടെ വ്യക്തികൾ വേദിയിലെ അഭിനേതാക്കളായി പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞു. സ്റ്റേജില് അഭിനേതാക്കളെ പോലെയാണ് ഇവിടെ ഓരോ വ്യക്തികളും പെരുമാറുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, എന്താ പറയുന്നത്? ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ പീപ്പിൾ കോൺഷ്യസ്ലി പ്രസന്റ് themselves in certain ways to create desired impression on others. This process is known as impression management. അതായത് സാമൂഹിക ഇടപെടലുകളിൽ മറ്റുള്ളവരിൽ ഒരു നല്ല ചിത്രം സൃഷ്ടിക്കാനായി ആളുകൾ സ്വയം പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുന്നു. ഈ പ്രക്രിയയെയാണ് എന്ത് വിളിക്കുക? ഇംപ്രഷൻ മാനേജ്മെന്റ്. സാമൂഹിക ഇടപെടലുകളിൽ മറ്റുള്ളവരിൽ ഒരു നല്ല ചിത്രം സൃഷ്ടിക്കാനായി ശ്രമിക്കുന്നു. ആളുകൾ സ്വയം ശ്രമിക്കുന്നു മറ്റുള്ളവരിലെ ഒരു നല്ല ക്യാരക്ടർ സൃഷ്ടിക്കാൻ.
അതുപോലെ തന്നെ സാഹചര്യം പെരുമാറുമ്പോൾ പറയുന്നത് ഒരിക്കലും ഞാൻ
മുഖാമുഖമുള്ള അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ഫിനോമിനോളജിക്കൽ സോഷ്യോളജി. ഫിനോമിനോളജിക്കൽ സോഷ്യോളജി നമ്മൾ ഡ്രാമറ്ററി പഠിച്ചു. ഡ്രാമറ്ററിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ലൈഫ് എന്ന് പറയുന്നത് ഒരു നാടകീയതയാണ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി എന്താണ് ഫിനോമിനോളജിയിൽ? ഫിനോമിനോളജി എന്ന് പറയും. ഫിനോമിനോളജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. Phenomenological sociology developed mainly from the ideas of Alfred Schutz, influenced by Edmund Husserl, phenomenology and Max Weber interpretive sociology. അതായത് ഫിനോമിനോളജിക്കൽ സോഷ്യോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? ആൽഫ്രഡ് ഷൂട്ട്സ് എന്ന സാമൂഹിക ചിന്തകന്റെ ആശയങ്ങളിൽ നിന്നും വികസിച്ചു വന്നതാണ്. Phenomenological sociology developed mainly from the ideas of Alfred Schutz. ആൽഫ്രഡ് ഷൂട്ട്സ് എന്ന സമൂഹശാസ്ത്ര ചിന്തകനിൽ നിന്നും ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണ് ഇത് ഫിനോമിനോളജിക്കൽ സോഷ്യോളജി. എന്നാൽ ഇത് ആരെയെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ്, ആരെയൊക്കെ സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് ഇത് ഉയർന്നു വന്നത്? ഇൻഫ്ലുവൻസ്ഡ് ബൈ എഡ്മണ്ട് ഹസ്ലർ, ഫിനോമിനോളജി ആൻഡ് മാക്സ് വെബർ ഇന്റർപ്രറ്റീവ് സോഷ്യോളജി. അതായത് എഡ്മണ്ട് ഹസ്ലറിന്റെ ഫിനോമിനോളജിയും മാക്സ് വെബറിന്റെ ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയും ഇവയെ രണ്ടിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ആൽഫ്രഡ് ഷൂട്ട്സ് ഏത് ഡെവലപ്പ് ചെയ്തത്? ഫിനോമിനോളജി ഡെവലപ്പ് ചെയ്തത്. Phenomenological sociology developed mainly from the ideas of Alfred Schutz. ആൽഫ്രഡ് ഷൂട്ട്സ് ആണ് ഫിനോമിനോളജിക്കൽ സോഷ്യോളജി എന്ന ഐഡിയ വികസിപ്പിച്ചത്. പക്ഷെ ആരേനൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടാ? എഡ്മണ്ട് അസലിനെയും അതേപോലെ തന്നെ മാക്സ് വെബറേയും. എഡ്മണ്ട് അസ്ലറിന്റെ ഫിനോമിനോളജിയും മാക്സ് വെബറിന്റെ ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയും ഇവ രണ്ടുമാണ് ഏതുണ്ടാവാൻ കാരണമായത്? ഈ രണ്ട് തിയറികൾ ഇൻഫ്ലുവൻസ് ചെയ്തത് കൊണ്ടാണ്, സ്വാധീനം ചെലുത്തിയത് കൊണ്ടാണ് ആൽഫ്രഡ് ഷൂട്ട്സ് എന്ത് രൂപം കൊടുത്തത്? ഫിനോമിനോളജിക്കൽ സോഷ്യോളജി രൂപം കൊടുത്തത്. ആൻഡ് ദെൻ ഇറ്റ് ഫോക്കസ് ഓൺ ഹൗ ഇൻഡിവിജ്വൽ കൺസ്ട്രക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ റിയാലിറ്റി ത്രൂ മീനിങ്സ്. അതേപോലെ തന്നെ എന്താണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ കൺസ്ട്രക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. മനുഷ്യ സമൂഹ യാഥാർത്ഥ്യം എങ്ങനെ അർത്ഥങ്ങളിലൂടെ നിർമ്മിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ സമീപനത്തിന്റെ മുഖ്യ കേന്ദ്രീകരണം. ഇറ്റ് ഫോക്കസ് ഓൺ ഹൗ ഇൻഡിവിജ്വൽ കൺസ്ട്രക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ റിയാലിറ്റി ത്രൂ മീനിങ്. അതായത് മനുഷ്യ സമൂഹ യാഥാർത്ഥ്യം എങ്ങനെ അർത്ഥങ്ങളിലൂടെ നിർമ്മിക്കുകയും
മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ സമീപനത്തിന്റെ മുഖ്യ കേന്ദ്രീകരണം. അപ്പൊ ഈ ഫിനോമിനോളജിക്കൽ സോഷ്യോളജി എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ, കൺസ്ട്രക്ട് ആൻഡ് അണ്ടർ ആക്ഷന് ബോധ്യത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? രൂപപ്പെടുന്നത്. അതായത് സോഷ്യൽ റിയാലിറ്റി ഈസ് ദെയർഫോർ സീൻ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇന്റർ സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. സാമൂഹിക യാഥാർത്ഥ്യം ഇന്റർ സബ്ജക്റ്റീവിൽ നിന്നാണ് രൂപപ്പെടുന്നത്. സോഷ്യൽ റിയാലിറ്റി രൂപപ്പെടുന്നത് എന്തിൽ നിന്നാണ്? ഇന്റർ സബ്ജക്റ്റീവിൽ നിന്നാണ് എന്നാണ് അവിടെ അദ്ദേഹം വിവരിക്കുന്നത്. അടുത്തത് എന്താ ഇതിൽ പറയുന്നത്? നെക്സ്റ്റ് പാരഗ്രാഫ്. A key concept in phenomenological sociology is the life world, the everyday world of lived experience that people take for granted. ഫിനോമിനോളജിക്കൽ സോഷ്യോളജിയിലെ എന്താണ് ലൈഫ് വേൾഡ് അഥവാ ജീവിത ലോകം എന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് പിന്നീട് പറയുന്നത്.
A key concept in phenomenological sociology is the life world, the everyday world, lived experience that people take for granted. അതായത് ഫിനോമിനോളജിക്കൽ സോഷ്യോളജിയുടെ ഒരു പ്രധാന ആശയമാണ് ലൈഫ് വേൾഡ്. ലൈഫ് വേൾഡ് പറഞ്ഞാൽ എന്താ? ജീവിത ലോകം. ആളുകൾ സ്വാഭാവികമായി സ്വീകരിക്കുന്ന ദൈനംദിന ജീവിതാനുഭവങ്ങളുടെ ലോകം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലൈഫ് വേൾഡ് പറഞ്ഞാൽ എന്താണ്? ലിവിഡ് എക്സ്പീരിയൻസ് ദാറ്റ് പീപ്പിൾ ടേക്ക് ഫോർ ഗ്രാൻഡഡ്. അതായത് ആളുകൾ സ്വാഭാവികമായി സ്വീകരിക്കുന്ന ദൈനംദിന ജീവിതാനുഭവങ്ങളുടെ ലോകം എന്ന് പറയും. ആളുകൾ സ്വീകരിക്കുന്ന ദൈനംദിന ജീവിതം, അതാണ് ലൈഫ് വേൾഡ്. അതാണ് ഏതിലൂടെ അർത്ഥമാക്കുന്നത്? ഫിനോമിനോളജിക്കൽ സോഷ്യോളജിയിലൂടെ അർത്ഥമാക്കുന്നത്. A key concept in phenomenological sociology is the life world, the everyday world of lived experience that people take for granted. ഫിനോമിനോളജിക്കൽ സോഷ്യോളജിയിലെ പ്രധാന ആശയമാണ് ലൈഫ് വേൾഡ്. ആളുകൾ സ്വാഭാവികമായി സ്വീകരിക്കുന്ന ദൈനംദിന ജീവിതാനുഭവങ്ങളുടെ ലോകം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The task of sociology from this perspective is to analyze how individuals make sense of this life വേൾഡ് ത്രൂ കോമൺ നോളജ്, ലാംഗ്വേജ് ആൻഡ് സിമ്പൽ. അതുകൊണ്ട് തന്നെ ഭാഷ, പൊതുവായ അറിവ്, ചിഹ്നങ്ങൾ എന്നിവയിലൂടെ വ്യക്തികൾ ഈ ജീവിത ലോകത്തിന് എങ്ങനെ അർത്ഥം നൽകുന്നു എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ലാംഗ്വേജിലൂടെയും അതേപോലെ നോളജ്, അറിവിലൂടെ, കോമൺ നോളജ്, പൊതുവായ അറിവിലൂടെയും സിമ്പലിലൂടെയും വ്യക്തികൾ എങ്ങനെ ഈ ലോകത്തിന് അർത്ഥം നൽകുന്നു എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഫിനോമിനോളജിക്കൽ സോഷ്യോളജി. The task of sociology from this perspective, it is to analyze how individuals make sense of this life world through common knowledge, language and symbol. അതായത് ഭാഷ, പൊതുവായ അറിവ്, ചിഹ്നങ്ങൾ എന്നിവയിലൂടെ വ്യക്തികൾ ഈ ജീവിത ലോകത്തിന് എങ്ങനെ അർത്ഥം നൽകുന്നു എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയമായി സൂചിപ്പിക്കുന്നത്. ഫിനോമിനോളജിക്ക് അടുത്ത പാരഗ്രാഫാണ്, 4th പാരഗ്രാഫ്. Phenomenological sociology differs from Weber's approach by emphasizing shared meanings and common knowledge rather than only individual subjective experience. വെബറിന്റെ സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായി ഫിനോമിനോളജിക്കൽ സോഷ്യോളജി വ്യക്തിഗത അനുഭവങ്ങളാൽ പങ്കുവച്ച അർത്ഥങ്ങളും പൊതുവായ അറിവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണിക്കുന്നു. വെബറിന്റെ സമീപനത്തിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ഫിനോമിനോളജിക്കൽ സോഷ്യോളജി വ്യക്തിഗത അനുഭവങ്ങളെക്കാൾ പങ്കുവച്ച അർത്ഥങ്ങളും പൊതുവായ അറിവുമാണ് കൂടുതൽ പ്രാധാന്യത്തോടെ കാണിക്കുന്നത്.
അപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എന്നോ മെത്തഡോളജി. എന്തിനോ മെത്തഡോളജി. നമ്മൾ ഫിനോമിനോളജി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ അതുപോലെ അതേ സാമ്യമുള്ള മറ്റൊരു തിയറിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഏതാണ്? എന്തിനോ മെത്തഡോളജി. എന്തിനോ മെത്തഡോളജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. എന്തിനോ മെത്തഡോളജി ഈസ് എ സോഷ്യോളജിക്കൽ അപ്രോച്ച് ടു ഡെവലപ്ഡ് ബൈ ഹാരോൾഡ് ഗാർഫിങ്കൽ. അതായത് ഈ ഒരു തിയറി വികസിപ്പിച്ചത് ആരാണ്? ഹാരോൾഡ് ഗാർഫിങ്കൽ. എന്തിനോ മെത്തഡോളജി ഈസ് എ സോഷ്യോളജിക്കൽ അപ്രോച്ച് ഡെവലപ്ഡ് ബൈ ഹാരോൾഡ് ഗാർഫിങ്കൽ. ബെസ്റ്റ് നോൺ ഫോർ ഈസ് വർക്ക് സ്റ്റഡീസ് ഇൻ എന്തിനോ മെത്തഡോളജി 1957. ഇപ്പം എന്തിനോ മെത്തഡോളജി എന്ന ഈ സോഷ്യോളജിക്കൽ അപ്രോച്ച് വികസിപ്പിച്ചത് ഹാരോൾഡ് ഗാർഫിങ്കലാണ്. മാത്രമല്ല അദ്ദേഹം ബെസ്റ്റ് നോൺ ഫോർ ഹിസ് വർക്ക് സ്റ്റഡീസ് എന്തിനോ മെത്തഡോളജി 1957. അദ്ദേഹം 1967 എന്തിനോ മെത്തഡോളജി എന്ന അങ്ങനത്തെ ഒരു വർക്കിന് പഠനം നടത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏത് രൂപം കൊടുത്തത്? എന്തിനോ മെത്തഡോളജി എന്ന തിയറി രൂപം കൊടുത്തത്. അപ്പോൾ എന്തിനോ മെത്തഡോളജി എന്നത് ഹാരോൾഡ് ഗാർഫിങ്കലാണ് വികസിപ്പിച്ചത്. അദ്ദേഹം സ്റ്റഡീഡ് ഇൻ എന്തിനോ മെത്തഡോളജി ഇൻ 1957. 1967 പഠനത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു തിയറിക്ക് രൂപം കൊടുക്കാൻ കാരണമായത്. ഈ ഫോക്കസ് ഓൺ ഹൗ പീപ്പിൾ മേക്ക് സെൻസ് ഓഫ് ആൻഡ് ക്രിയേറ്റ് സോഷ്യൽ ഓർഡർ ഇൻ ദെയർ എവരിഡേ ലൈഫ്. ഇതെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? അതായത് ദൈനംദിന ജീവിതത്തിൽ ആളുകൾ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ എങ്ങനെ മനസ്സിലാക്കുകയും സാമൂഹിക ക്രമം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ സമീപനത്തിൻ്റെ പ്രധാന പഠന വിഷയം. അപ്പം ഈ ഒരു അപ്രോച്ചിൻ്റെ പ്രധാന പഠന വിഷയം എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിലെ ആളുകൾ ഈ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു, ആ സാമൂഹിക ക്രമം എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നതാണ് ഈ ഒരു തിയറിയുടെ പ്രധാന പഠന വിഷയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ദ ടേം എന്തിനോ മെത്തഡോളജി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പാർട്സ്. ഇത് 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ദ ടേം എന്തിനോ മെത്തഡോളജി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പാർട്സ്. എന്തിനോ വിച്ച് റെഫേഴ്സ് ടു ദ കോമൺ സെൻസ്, നോളജ് ഷെയർഡ് മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി, and methodology which refers to the methods or strategy people use to understand the interpret social situation. അപ്പോൾ കുട്ടികളെ, ഇത് ടേം എന്തിനോ മെത്തഡോളജി എന്ന ഈ പദം 2 പാർട്സുകളാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. എന്തിനോ പറഞ്ഞാൽ എന്താണ്? വിച്ച് റെഫേഴ്സ് ടു എ കോമൺ സെൻസ് നോളജ് ഷെയർഡ് ബൈ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി. അപ്പോൾ എന്തിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കോമൺ സെൻസ് നോളജ് ഷെയർഡ് ബൈ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി. സമൂഹത്തിലെ അംഗങ്ങൾ പങ്കുവെക്കുന്ന സാധാരണ അറിവ്. ഒരു സമൂഹത്തിലെ അംഗങ്ങൾ പങ്കുവെക്കുന്ന സാധാരണ അറിവിനെയാണ് എന്തിനോ എന്ന് പറയുക. ഇപ്പം എന്തിനോ മെത്തഡോളജിയെ 2 പാർട്ടാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. എന്തിനോ എന്നും മെത്തഡോളജി എന്നും. എന്തിനോ എന്ന് പറഞ്ഞാൽ എന്താണ്? refers to the common sense knowledge shared by members of a society. സമൂഹത്തിലെ അംഗങ്ങൾ പങ്കുവെക്കുന്ന സാധാരണ അറിവിനെയാണ് എന്തിനോ എന്ന് പറയുക. ഇനി മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താ?
ടു മേക്ക് ദിയർ ആക്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ മീനിങ്ഫുൾ. അതായത് ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്കും ആക്ഷനും അതേപോലെ തന്നെ ഇന്ററാക്ഷൻ ഇടപെടലുകൾക്കും അർത്ഥം നൽകാൻ ഉപയോഗിക്കുന്ന ദൈനംദിന മാർഗങ്ങൾ മനസ്സിലാക്കാനാണ് എന്ത് പഠിക്കുന്നത്? എന്തനോളജി പഠിക്കുന്നത്. ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾക്കും ഇടപെടലുകൾക്കും അർത്ഥം നൽകാൻ ഉപയോഗിക്കുന്ന ദൈനംദിന മാർഗങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഏത് പഠിക്കുന്നത്? എന്തിനോ മെത്തഡോളജി പഠിക്കുന്നത്. This approach emphasizes that social reality is not fixed but is continuously constructed through interaction. ഈ സമീപനം സാമൂഹ്യ യാഥാർത്ഥ്യം സ്ഥിരമല്ലെന്നും സാമൂഹിക ഇടപെടലുകളിലൂടെയാണ് തുടർച്ച നിർമ്മിക്കപ്പെടുന്നതെന്നും ഊന്നിപ്പറയുന്നു. ഈ അപ്രോച്ച് എന്താണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? ദിസ് അപ്രോച്ച് എംഫസൈസ് ദാറ്റ് സോഷ്യൽ റിയാലിറ്റി ഈസ് നോട്ട് ഫിക്സഡ്. സോഷ്യൽ റിയാലിറ്റി എന്നാൽ എന്താ? സാമൂഹിക യാഥാർത്ഥ്യം. സാമൂഹിക യാഥാർത്ഥ്യം ഒരിക്കലും സ്ഥിരമല്ലെന്നും ബട്ട് ഈസ് കണ്ടിന്യൂസ്ലി കൺസ്ട്രക്റ്റഡ് ത്രൂ ഇന്ററാക്ഷൻ, അത് തുടർച്ചയായിട്ടുള്ള ഇടപെടലുകളിലൂടെ നിർമ്മിക്കപ്പെടുന്നതാണെന്നാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ദിസ് അപ്രോച്ച് എംഫസൈസ് ദാറ്റ് സോഷ്യൽ റിയാലിറ്റി ഈസ് നോട്ട് ഫിക്സഡ്, സാമൂഹിക യാഥാർത്ഥ്യം ഫിക്സഡ് അല്ല എന്നും ഈസ് കണ്ടിന്യൂസ്ലി കൺസ്ട്രക്റ്റഡ് ത്രൂ ഇന്ററാക്ഷൻ, മറിച്ച് സാമൂഹിക ഇടപെടലുകളുടെ തുടർച്ചയായിട്ടാണ് അത് നിർമ്മിക്കപ്പെടുന്നത് എന്നാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. Endno methodologies to examine routine activities, language and conversation to understand how social order is produced and maintained in daily life. അതുകൊണ്ട് തന്നെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ഭാഷ, സംഭാഷണങ്ങൾ എന്നിവ വിശകലനം ചെയ്തുകൊണ്ട് സാമൂഹിക ക്രമം എങ്ങനെ നിലനിർത്തപ്പെടുന്നു എന്നതാണ് എന്തനോ മെത്തഡോളജിയുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ദൈനംദിന പ്രവർത്തനങ്ങളായിട്ടുള്ള ഭാഷയും സംഭാഷണങ്ങളും പറഞ്ഞു. നമ്മള് പിന്നെ